കെ.പി.സി.സി പുനഃസംഘടന കോൺഗ്രസിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പിരിമുറുക്കം എന്ന് പറയപ്പെടുന്നത് കീറാമുട്ടിയായി തുടരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിന് മുൻപും പലപ്പോഴും അഭിമുഖീകരിച്ചിട്ടുണ്ട് കോൺഗ്രസ്. പക്ഷേ അതിനെയൊക്കെ വലിയ വിലകൾ പലപ്പോഴും നൽകേണ്ടി വന്നിട്ടുണ്ട് കോൺഗ്രസ്. അതുതന്നെയായിരിക്കും ഈ കെ.പി.സി.സി പുനഃസംഘടനയിലൂടെയും കോൺഗ്രസ് നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം ഇനി ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാനുള്ള ചെറുപ്പവും ബാല്യവും ഒന്നും കോൺഗ്രസിനില്ല. കാരണം അത്രത്തോളം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ തന്നെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു കോൺഗ്രസ്സായി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ കെ.പി.സി.സിയിലെ പുനഃസംഘടന വന്നിരിക്കുന്നത്. കാരണം ബീഹാറിലെ തിരഞ്ഞെടുപ്പിന് പോലും പണം നൽകാനില്ലാതെ പെടാപ്പാടുപെടുന്ന രാഹുൽ ഗാന്ധിയും എ.ഐ.സി.സിയും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ള എ.ഐ.സി.സിയിലേക്ക് ഒരു തരി പണമില്ലാതെ നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. അങ്ങനെ വരുമ്പോൾ കെ.പി.സി.സിയുടെ അവസ്ഥയും അതിൽ നിന്നും പിന്നാക്കമല്ല എന്ന് പറയേണ്ടിയിരിക്കും. കാരണം കഴിഞ്ഞ 15 വർഷത്തോളമായി ഡൽഹിയിൽ ഭരണം ലഭിച്ചിട്ട്, കേന്ദ്രഭരണം ലഭിച്ചിട്ട് ഈ കോൺഗ്രസ്സിന്, കൂടാതെ കേരളത്തിൽ 10 വർഷമാകാൻ പോകുന്നു. അങ്ങനെ 10 വർഷത്തിലധികം ഒരു പാർട്ടിക്കൊക്കെ ഭരണമില്ലാതെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ കെ.പി.സി.സിയുടെ പുനഃസംഘടന ഏൽപ്പിക്കുന്ന ആഘാതത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ കോൺഗ്രസ്സിന് കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു. കോൺഗ്രസ്സിൽ പല തരത്തിൽ നമുക്കറിയാം, കോൺഗ്രസ്സിനകത്ത് ഗ്രൂപ്പുകളുടെ ഒരു പ്രളയമാണ് എപ്പോഴും. ഗ്രൂപ്പുകളുടെ പ്രളയം അത് ആര് എന്നുള്ളതല്ല, എപ്പോഴും ഗ്രൂപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ കരുതും ചിലപ്പോൾ കരുണാകരൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ, ആന്റണിയുടെ കാലഘട്ടത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ, ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ, രമേശ് ചെന്നിത്തലയുടെ സമവാക്യം, ഇങ്ങനെ ഗ്രൂപ്പുകൾ കൊണ്ട് നിറയുന്ന ഒരിടമാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കോൺഗ്രസിനുള്ളിൽ ഒരിക്കലും ഭരണത്തിലേക്ക് മടങ്ങി വരുവാനുള്ള അവരുടെ സാധ്യതയെ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നത് പോലും ഇവരുടെ ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലെ വീതം വയ്ക്കലുകളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ വീതം വയ്പ് നടത്തിയ ഇപ്പോഴത്തെ കെ.പി.സി.സി പുനഃസംഘടനയിലും ആരും സംതൃപ്തരല്ല എന്ന് പറയപ്പെടട്ടെ. കാരണം ഇപ്പോൾ തന്നെ നടന്നതിനകത്ത് ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം ഏകദേശം 59 എണ്ണം ആക്കിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ 59 സെക്രട്ടറിമാരെ കൊണ്ടുവന്നിട്ട് പോലും ഇവിടുത്തെ പടലപ്പണക്കം തീരുന്നില്ല, അല്ലെങ്കിൽ പലരുടെയും പരാതിയും പരിഭവങ്ങളും മാറിയിട്ടുമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 59 ജനറൽ സെക്രട്ടറിമാർക്ക് 2 വീതം സെക്രട്ടറിമാർ നൽകിയാൽ ഏകദേശം 118 സെക്രട്ടറിമാരെങ്കിലും ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ പ്രശ്നപരിഹാരം ഉണ്ടാകൂ, അല്ലെങ്കിൽ പരാതി പരിഹാരം ഉണ്ടാകൂ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ വലിയ പരാതി ഉന്നയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുണ്ട്, കെ. മുരളീധരനുണ്ട്. ഇങ്ങനെയുള്ള മുതിർന്ന നേതാക്കൾക്കെല്ലാം തന്നെ അത്തരത്തിലുള്ള പരാതികൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ വി.ഡി. സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും ഒക്കെ ഈ കെ.പി.സി.സി പുനഃസംഘടനയുമായിട്ട് ഇപ്പോൾ നിസ്സഹകരിക്കുക എന്നുള്ളതാണ് തീരുമാനം. അതുതന്നെയാണ് എ ഗ്രൂപ്പിൻ്റെ തീരുമാനവും. അതുതന്നെയാണ് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ലഭിച്ച സ്ഥാനങ്ങളടക്കം ഏറ്റെടുക്കേണ്ട എന്നുള്ള ചിന്തയിലേക്ക് എ ഗ്രൂപ്പ് എത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അങ്ങനെ കടുത്ത നിലപാട് എടുക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഈ പറയുന്ന പ്രതിഷേധക്കാർ എല്ലാം അറിയിച്ചിരിക്കുന്നത്. കെ. മുരളീധരൻ, ചാണ്ടി ഉമ്മൻ എന്നിവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പരാതികൾക്ക് പുറമെയാണ് ഞാൻ ഈ പറഞ്ഞവരുടെ, അതായത് ഈ കെ.പി.സി.സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടിട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ പിന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രതിപക്ഷ നേതാവുള്ള വി.ഡി. സതീശനും ഈ കെ.പി.സി.സിയുടെ പട്ടികയിൽ അത്രത്തോളം സംതൃപ്തനല്ല. കാരണം കോട്ടയം DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്ന ഫിൽസൺ മാത്യൂസിനെ ജനറൽ സെക്രട്ടറി ആക്കിയതിലൂടെ ജില്ലാ അധ്യക്ഷനായി പരിഗണിക്കുന്നില്ല എന്നുള്ള സന്ദേശം തന്നെയാണ് അതിലൂടെ എ.ഐ.സി.സി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പരിഗണനയില്ലാത്ത സാഹചര്യത്തിൽ താൻ പറഞ്ഞ തൻ്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ചു എന്നുള്ള ഒരു തോന്നൽ അത് സതീശനുണ്ട് താനും. അതുകൊണ്ട് തന്നെ വിവിധ സഭാവിഭാഗങ്ങൾ ഇത്തരത്തിൽ പരാതി ഉയർത്തിയിട്ടുണ്ട്. തങ്ങളുടെ സഭയ്ക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനമെടുക്കുന്ന ആരെയും ഈ പറയുന്ന വിഭാഗങ്ങളിൽ, ജനറൽ സെക്രട്ടറിമാരുടെ ആണെങ്കിലും വൈസ് പ്രസിഡന്റുമാരുടെ ആണെങ്കിലും ഒക്കെ വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, സ്ഥാനമാനങ്ങൾ നൽകിയിട്ടില്ല എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള പരിഭവങ്ങൾ ഈ സഭകൾക്ക് വരെ ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, കൂടാതെ സതീശനുമായിട്ട് ബന്ധപ്പെട്ട് വി.ഡി. സതീശൻ കുറച്ചുകൂടി വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ പാർട്ടിയോടൊപ്പം സഞ്ചരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് ഈ കെ.പി.സി.സിയുടെ പുനഃസംഘടനയ്ക്ക് ശേഷം അതൃപ്തനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പലപ്പോഴും മാധ്യമങ്ങളോടൊക്കെ പൊട്ടിത്തെറിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന സതീശനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് ഇനി ഇതിനകത്ത് ഈ ഹൈക്കമാൻഡ് നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ എടുക്കുമ്പോൾ കെ.പി.സി.സി സെക്രട്ടറിയായിട്ട് കൂടുതൽ പേരെ ഉൾപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയും ഉണ്ടാകും. അങ്ങനെ പുനഃസംഘടനയ്ക്ക് ശേഷം അങ്ങനെ ഒരു പുനഃസംഘടന നടന്നിരിക്കുന്നെങ്കിൽ അതിനുശേഷം വ്യാഴാഴ്ച ചേരുന്ന
നേതൃയോഗം ഉണ്ടാകുന്നുണ്ട്. അതിൽ KPCC ഭാരവാഹികളും DCC ഭാരവാഹികളും DCC പ്രസിഡന്റുമാരും ഒക്കെയാണ് യോഗത്തിന് വിളിച്ചിരിക്കുന്നത്. ഇവരുടെ ഈ യോഗത്തിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ അടക്കമുള്ളവർ അവരുടെ വിയോജിപ്പുകൾ, പ്രതിഷേധങ്ങൾ അറിയിക്കുക തന്നെ ചെയ്യും. അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ കാര്യം ഈ A ഗ്രൂപ്പ് ഒരു കടുത്ത നിരാശയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം DCC പ്രസിഡന്റുമാരും KPCC ഭാരവാഹികളുമായിരുന്ന ചില നേതാക്കന്മാരുടെ പേര് വിവിധ സ്ഥാനങ്ങളിലേക്ക് A ഗ്രൂപ്പ് പലവട്ടം ഈ ACCക്ക് നൽകിയിരുന്നു, അല്ലെങ്കിൽ KPCC നൽകിയിരുന്നു. പക്ഷേ ഈ പേരുകളൊന്നും പരിഗണിച്ചില്ല. അതിൽ ഒന്നാമതെന്ന് പറയുന്നത് KP ധനപാലനാണ്, മറ്റൊന്ന് അബ്ദുറഹ്മാൻ ഹാജിയാണ്, മറ്റൊന്ന് KC അബുവാണ്. ഇവർ A ഗ്രൂപ്പ് മുൻഗണന നൽകിയിരുന്ന വ്യക്തിത്വങ്ങളാണ്. പക്ഷേ ഇവരെ ആരെയും പരിഗണിച്ചില്ല എന്നുള്ളതാണ്. മുൻപ് KPCC സെക്രട്ടറി ആയിരുന്ന റിങ്കു ചെറിയാൻ്റെ പേരും ഇതിനോടൊപ്പം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ആ പേരുകളും സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരൊന്നും തന്നെ പരിഗണിക്കപ്പെടാത്ത സാഹചര്യത്തിൽ A ഗ്രൂപ്പ് വളരെ വലിയ അതൃപ്തിയിലുമാണ്. ഇതിലെ അതൃപ്തി AICCയെ ഇപ്പോൾ A ഗ്രൂപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഉമ്മൻചാണ്ടിയുടെ വിയോഗശേഷം, ഉമ്മൻചാണ്ടിയുടെ മരണശേഷം കോൺഗ്രസിനുള്ളിൽ കലാപക്കൊടി ഉയർന്നത് പലവട്ടം കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ വളരെയധികം കുറച്ചുകൂടി മൂർത്തിമത്തായ ഭാവത്തിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയാം. ഉമ്മൻചാണ്ടിയുടെ വിയോഗശേഷം A ഗ്രൂപ്പിനെ തഴയുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഈ KC വേണുഗോപാൽ ഗ്രൂപ്പ് എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഉദയം ചെയ്യുകയും ആ ഗ്രൂപ്പിൽ സ്വന്തം താല്പര്യം വെച്ചുകൊണ്ട് സ്ഥാനമാനങ്ങൾ തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് KC വേണുഗോപാൽ പോവുകയും ചെയ്യുന്നു. അപ്പോൾ KCക്ക് ഇഷ്ടമുള്ളവരെ അതിനകത്ത് പ്രതിഷ്ഠിക്കാവുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ മറ്റു ഗ്രൂപ്പുകളൊക്കെ ദുർബലമാകുക എന്നൊരു ലക്ഷ്യം ഇതിനകത്ത് KC പ്രയോഗിക്കുന്നുണ്ട്. ആ അടവ് നയം വളരെ കൃത്യമായിട്ട് ഇപ്പോൾ അത് പാലിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ബാക്കിയുള്ള ഇപ്പോൾ A ആണെങ്കിലും I ആണെങ്കിലും ഈ ഗ്രൂപ്പുകൾക്കൊക്കെ ലഭിക്കേണ്ട അവരുടെ വിവിധ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് KC വേണുഗോപാലാണ്. തിരുവനന്തപുരം DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചെമ്പഴന്തി അനിൽ എന്ന നിർദ്ദേശം പരിഗണിക്കപ്പെടാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കാരണം തിരുവനന്തപുരത്തെ DCC അധ്യക്ഷനായി ചുമതല കൊടുക്കുന്ന N ശക്തൻ നാടാർ, ആ ശക്തൻ നാടാരെ KPCC വൈസ് പ്രസിഡന്റ് പദവിയിൽ നിന്ന് തന്നെ ആ പ്രസിഡന്റ് സ്ഥാനത്ത്, വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ ഒഴിവാക്കിയതോടുകൂടി അദ്ദേഹം ജില്ലയുടെ അധ്യക്ഷനായി തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് ഇനി പുതിയൊരു ജില്ലാ അധ്യക്ഷൻ എന്തായാലും തിരുവനന്തപുരത്ത് ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ K മുരളീധരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിരുന്ന ന്യൂനപക്ഷ സെല്ലിൻ്റെ വൈസ് ചെയർമാൻ KP ഹാരിസിൻ്റെ പേരും അവർ പരിഗണിക്കപ്പെട്ടില്ല, വെട്ടിക്കളഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മര്യപുരം ശ്രീകുമാറിനെ ഒഴിവാക്കിയതും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് എന്നുള്ളതാണ്. ചാണ്ടി ഉമ്മൻ്റെ പേര് A ഗ്രൂപ്പ് രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് നിർദ്ദേശിച്ചതായിരുന്നു. പക്ഷേ അവിടെ അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിയിട്ടില്ല. അബിൻ വർക്കിയെ ഒഴിവാക്കി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനങ്ങളടക്കം KC വേണുഗോപാൽ പിടിച്ചെടുത്തു എന്നുള്ള പരാതി അടക്കം ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഗ്രൂപ്പുകൾ ഇപ്പോഴും പലതായി വിഭജിച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ KC ഗ്രൂപ്പിനെ ആക്രമിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഒന്നുകിൽ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയുടെ A ഗ്രൂപ്പും ഒപ്പം സതീശനും K മുരളീധരനും ഒക്കെ ചേർന്ന് ഒരു ശക്തമായ നിലയിൽ ഒരു ഗ്രൂപ്പായി മുന്നോട്ട് വരണം. ഇല്ലെങ്കിൽ KCയെ തളയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള മറ്റുപായങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ സാമുദായിക സമവാക്യങ്ങളെല്ലാം നോക്കിയാണ് പലപ്പോഴും ഈ ജനറൽ സെക്രട്ടറിമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും പട്ടിക തന്നെ തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ സെക്രട്ടറിമാരുടെ പട്ടികയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും ഉടൻ പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമൊക്കെ കോൺഗ്രസിൽ ശക്തമായിട്ട് നിലനിൽക്കുമ്പോഴും ഈ KPCCയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭാരവാഹി പട്ടികയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നത്. അപ്പോൾ ആ വലിയ ഭാരവാഹി പട്ടിക എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഇത്തവണത്തെ ഭാരവാഹി പട്ടികയാണ്. ഒരു കാലത്ത് വൈസ് പ്രസിഡന്റ് പദവി ഈ KPCCക്ക് ഇല്ലാതിരുന്നു. ആ ഇല്ലാതിരുന്ന KPCCക്ക് പിന്നീട് ഒരു വൈസ് പ്രസിഡന്റ് വെച്ചു, പിന്നെ 3 വൈസ് പ്രസിഡന്റ് വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ അതൊക്കെ മാറി 13 വൈസ് പ്രസിഡന്റുമാർ KPCCക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും തർക്കം തീരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ 13 വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ മാത്രമാണ് അതിനകത്ത് വനിത എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ വനിതാ വിഭാഗത്തിനകത്തും ഈ പറയുന്ന തല്ല് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാമല്ലോ, ഈ കോൺഗ്രസിലെ ഇപ്പോൾ അറിയപ്പെടുന്ന സീനിയർ നേതാക്കൾ എന്ന് പറയപ്പെടുന്ന ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും ഒക്കെയാണ്. ഇവരെ ആരെയും ഇത്തരത്തിൽ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യവും കൂടിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല 59 ജനറൽ സെക്രട്ടറിമാരെ നിയമിച്ചിട്ടും നിശ്ചയിച്ചിട്ടു കൂടിയും താൻ നിർദ്ദേശിച്ചവരെ ഒഴിവാക്കി എന്ന് പ്രതിഷേധിച്ച K മുരളീധരനും രമേശ് ചെന്നിത്തലയും സെക്രട്ടറിമാരുടെ പട്ടിക വരും വരെ കാത്തിരിക്കുകയാണെന്ന് പറയാം. കാരണം ആ സെക്രട്ടറിമാരുടെ പട്ടികയിലെങ്കിലും ഇവർ പറഞ്ഞ ആളുകളുടെ പേരുകൾ ഇല്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഈ പറയുന്ന K മുരളീധരനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവർ വീണ്ടും പൊട്ടിത്തെറിയിലേക്ക് പോകും. കൂടെ VD സതീശനും ഒക്കെ ഉണ്ടാകും. കാരണം VD സതീശനും ഒക്കെ അസംതൃപ്തരാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇനി ഇങ്ങനെ മുന്നോട്ട് പോവുക അസാധ്യമാണ് എന്നുള്ളതുകൊണ്ട് ഇനിയുള്ള ഒരു യാത്രയ്ക്ക് മുമ്പ് പ്രതിഷേധം അറിയിക്കുക, വളരെ ശക്തമായി പൊട്ടിത്തെറിക്കുക എന്ന് തന്നെയായിരിക്കും നടക്കുക. എന്തായാലും വ്യാഴാഴ്ച ചേരുന്ന ഭാരവാഹി യോഗത്തിലേക്ക് രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളെ അടക്കം
ക്ഷണിച്ചിട്ടില്ല. പക്ഷേ ബാക്കിയുള്ള KPCCയുടെയും DCCയുടെയും ഭാരവാഹികളെ മാത്രമാണ് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജനറൽ സെക്രട്ടറിക്ക് 2 സെക്രട്ടറിമാരെന്നുള്ള തരത്തിലേക്ക് പദവി ചിലപ്പോൾ വീതിച്ച് നൽകേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇപ്പോഴത്തെ 59 സെക്രട്ടറിമാരെന്നുള്ളത് 2 സെക്രട്ടറിമാർ വെച്ച് 59 ജനറൽ സെക്രട്ടറിമാരെന്നുള്ളത് ഓരോ ജനറൽ സെക്രട്ടറിക്കും 2 സെക്രട്ടറിമാർ വെച്ച് 118 സെക്രട്ടറിമാരെ ഇവർ പ്രഖ്യാപിക്കേണ്ടി വരും. അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയപ്പെടുന്നത് ഇവിടെ തന്നെയാണ്. കെ മുരളീധരൻ മുന്നോട്ട് വയ്ക്കുന്ന നേതാവിനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ കെ മുരളീധരൻ കാലുവാരും. അതുപോലെ മുതിർന്ന നേതാക്കൾ പലരും ഈ കെ മുരളീധരനാണെങ്കിലും BD സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും ഒക്കെ അവർ അസംതൃപ്തരാണ്. ഈ പറയുന്ന പോലെ അവർക്ക് ഈ KC വേണുഗോപാൽ വിഭാഗവുമായിട്ട് യോജിച്ചു പോവുക വളരെ ബുദ്ധിമുട്ടാകുന്നുണ്ട്. കാരണം ഇവിടെ കേരളത്തിലെ കോൺഗ്രസിനെ ഒരു പരിധിവരെ കെ സുധാകരനും ഒപ്പം തന്നെ VD സതീശനും ചേർന്ന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ കൊണ്ടുപോകുന്ന കാഴ്ചയായിരുന്നു. പക്ഷേ അതിനുശേഷം സണ്ണി ജോസഫ് ഇപ്പോൾ വന്നപ്പോൾ പ്രസിഡന്റ് ആയതോടുകൂടി വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിൽ കൂടിയും അതേ അവസ്ഥ തന്നെയാണ്. പക്ഷേ മാറ്റം ഉണ്ടായിരിക്കുന്നത് VD സതീശനും കോൺഗ്രസിലെ മറ്റ് പല നേതാക്കൾക്കുമാണ്. കാരണം ആ സമയത്തിന് VD സതീശൻ വലിയ യാത്രകളൊക്കെ നടത്തിയിരുന്നു. ആ യാത്രകളിലൊക്കെയും കോൺഗ്രസിൻ്റെ പാർട്ടി പ്രവർത്തനങ്ങളെയൊക്കെ മറന്നുപോയോ എന്നുള്ള തരത്തിലുള്ള ചില ചിന്തകൾ ഈ KPCCക്കകത്ത് അല്ലെങ്കിൽ യൂത്ത് വിഭാഗത്തിനകത്ത് ഉണ്ടാകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇടപെടലുകൾ ശക്തമാക്കി സതീശൻ തിരിച്ചു വരുമ്പോൾ പക്ഷേ സതീശന് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സതീശന് പലതും കിട്ടുന്നില്ല. ഇവിടെ KC മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തപ്പെടാൻ വേണ്ടിയിട്ട് KC ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്ത് അത്തരത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ഇനി VD സതീശൻ ഇവിടെ മുഖ്യമന്ത്രി പദവി എന്നുള്ളത് സാധ്യതയില്ലാതാകുന്നു. അങ്ങനെ സാധ്യതയില്ലാത്ത ഘട്ടത്തിൽ കോൺഗ്രസ് പരിതാപകരമായ അവസ്ഥയിലേക്ക് തന്നെ പോകും. കാരണം പിന്നിൽ നിന്ന് കുത്തുന്ന സമീപനം എപ്പോഴും സ്വീകരിക്കുന്ന പോലെ ഇപ്രാവശ്യവും BJPയോടൊപ്പം ചേർന്ന് നിന്നോ അല്ലെങ്കിൽ CPMനോടൊപ്പം ചേർന്ന് നിന്നോ വോട്ട് നൽകുന്ന ഒരു രീതി കോൺഗ്രസ് അവലംബിച്ചാൽ ഇപ്രാവശ്യവും വീണ്ടും ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിനെ ഇനി ഒരിക്കലും അഭിമുഖീകരിക്കാൻ കഴിയാത്തവണ്ണം തരംതാണു പോകും ഈ കോൺഗ്രസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ KC വേണുഗോപാലിൻ്റെ പ്രവർത്തനങ്ങൾ, അത് രാഹുൽ ഗാന്ധി ഇപ്പോൾ KC വേണുഗോപാലിനെ ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തന്നെ ഉടൻ തന്നെ അവിടുന്ന് ചവിട്ടി പുറത്താക്കും. ഈ സംഘടനാകാരി ജനറൽ സെക്രട്ടറി എന്നുള്ള സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ തട്ടകം എന്ന് പറയപ്പെടുന്ന കേരളമായിരിക്കും. അപ്പോൾ കേരളത്തിൽ ഈ പറയുന്ന പോലെ AICCയുടെ സംഘടനാകാരി ജനറൽ സെക്രട്ടറിയൊക്കെ ആയിരുന്ന ആൾ ഇവിടെ വന്നിട്ട് എവിടെയെങ്കിലും ഒരു DCC പ്രസിഡന്റ് ആയിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കേരളത്തിൽ അറ്റ്ലീസ്റ്റ് മുഖ്യമന്ത്രിയെങ്കിലും ഒന്ന് ആയാൽ മതി എന്നുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തലയുടെയും VD സതീശൻ്റെയും കെ സുധാകരൻ്റെയും സണ്ണി ജോസഫിൻ്റെയും ഒക്കെ ആൾക്കാരെ വെട്ടിപ്പിഴിഞ്ഞുകൊണ്ട് ഈ പറയുന്ന KC വേണുഗോപാലിന് മാത്രം താല്പര്യമുള്ള കക്ഷികളെ ഈ പദവികളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് അതിൻ്റെ അതിശയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ KPCCയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള നേതാക്കന്മാർ ഇപ്പോൾ തന്നെ പലരെയും പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഈ KC വേണുഗോപാലിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ അവതാളത്തിലാക്കിയത് ഈ KC വേണുഗോപാലിൻ്റെ പ്രവർത്തനങ്ങളാണ്. ഇതേ പ്രവർത്തനങ്ങൾ തന്നെയാണ് കേരളത്തിലും തുടരുവാനായിട്ട് ഇദ്ദേഹം നടപ്പിലാക്കുന്നത് എങ്കിൽ ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും ഭൂരിപക്ഷമില്ലാത്തൊരു പാർട്ടിയായി മാറിപ്പോകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.